തുറമുഖങ്ങളിലും ബീച്ചുകളിലുമൊക്കെ ലൈറ്റ് ഹൗസ് കാണാറുണ്ട് അല്ലേ? എന്നാൽ ഇപ്പോൾ ചന്ദ്രനിൽ ലൈറ്റ് ഹൗസ് വരാൻ പോവുകയാണോ? എങ്ങനെയാണത് നിർമ്മിക്കുക? നമുക്ക് നോക്കാം. കപ്പലുകൾക്ക് ദിശ കാണിക്കാനാണ് പുരാതന കാലം മുതലേ ലൈറ്റ് ഹൗസുകൾ ഉപയോഗിക്കപ്പെട്ടിരുന്നത്. എന്നാൽ ഇപ്പോഴിതാ ചന്ദ്രനിലും ഇത്തരമൊരു ലൈറ്റ് ഹൗസ് സ്ഥാപിക്കുവാനുള്ള പദ്ധതിയുമായി മുന്നോട്ടു പോവുകയാണ് നാസ. ചന്ദ്രനിലെത്തുന്ന സഞ്ചാരികളെയും റോബോട്ടിക് ദൗത്യങ്ങളെയും ഒരുപോലെ സഹായിക്കുന്ന ഒന്നാകും ഈ ലൈറ്റ് ഹൗസ്. ഹണിബി റോബോട്ടിക്സിനാണ് ഈ ലൈറ്റ് ഹൗസ് നിർമ്മിക്കുവാൻ സാങ്കേതിക സഹായം നൽകുന്നത്. ലൂണാർ നോഡ് 1 എന്ന നാവിഗേഷൻ സംവിധാനം ശാസ്ത്രജ്ഞന്മാർ പരീക്ഷിച്ചു കഴിഞ്ഞു. ചന്ദ്രനിൽ ഫെബ്രുവരി 22 ലാൻഡ് ചെയ്ത ഒഡീസിയൂസ് എന്ന ലാൻഡറിലാണ് ഈ സംവിധാനം എത്തിച്ചത്. ചന്ദ്രനിലെ മാലപ്പട്ട് എന്ന ഗർത്തത്തിന് സമീപമായിരുന്നു ഒഡീസിയൂസ് എത്തിയത്. ചന്ദ്രനിൽ സുരക്ഷിതമായി സോഫ്റ്റ് ലാൻഡ് ചെയ്ത ആദ്യ സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ലാൻഡറായിരുന്നു ഒഡീസിയൂസ്. ഒഡീസിയൂസിലെത്തിച്ച ഈ സംവിധാനം വഴി വിവിധ ഓർബിറ്റുകൾ, ലാൻഡറുകൾ, സഞ്ചാരികൾ എന്നിവരുടെ പൊസിഷൻ കൃത്യമായി അറിയാൻ സാധിക്കും. മറ്റ് ഗ്രൗണ്ട് സ്റ്റേഷനുകൾ, സ്പേസ് ക്രാഫ്റ്റുകൾ, റോവറുകൾ എന്നിവയുമായി അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത് നിർണ്ണയിക്കുക. സഞ്ചാരികൾക്ക് ചന്ദ്രനിൽ സുരക്ഷിതമായി ദർശനം നടത്തുവാനും അവിടെ ലൂണാർ ബേസുകൾ സ്ഥാപിക്കുവാനും ഈ ലൈറ്റ് ഹൗസ് അവസരമൊരുക്കും. ഒഡീസിയൂസിലെത്തിച്ച LN-1 സംവിധാനം നാസ പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തിപ്പിച്ചിരുന്നു. അതിൽ നിന്നുള്ള വിവരങ്ങൾ ഡീപ് സ്പേസ് നെറ്റ്വർക്ക് വഴി ശേഖരിച്ചു. LN-1 സംവിധാനം ഒരു തുടക്കമാണ്. ഇനി ഇതിനെ വിപുലപ്പെടുത്തുവാനുള്ള നിരവധി ശ്രമങ്ങൾ നാസ നടത്തുമെന്നാണ് അഭ്യൂഹം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ.